നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്ത് പറ്റിയത്? ഡോക്ടർ താഴെ വീണെന്ന് പറഞ്ഞു. ഒരു ഐസിലേക്ക് കൊണ്ടുപോകും. ശരി മാഡം. ഡോക്ടർ കരയാതെ കുട്ടി, ഒന്നും ഉണ്ടാവില്ല. വേദനിക്കുന്നു. അയ്യോ. സിസ്റ്റർ, ECG എടുക്കാൻ കൊണ്ടുപോയിക്കോളൂ. ശരി മാഡം. ഓക്കെ. നിങ്ങൾ എന്താ ആ കുട്ടിയെ ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയരുത്. മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തെറിയുന്നാണല്ലോ കുട്ടി പറഞ്ഞത്. ഏയ് മിസ്റ്റർ, കടവ് പുള്ളികളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ റിപ്പോർട്ട് ഇതേപോലെ മുകളിലേക്ക് അയച്ചാ എന്താവുന്നറിയോ? എന്നാ പിന്നെ ഡോക്ടർ അയക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കോളാം. രാത്രി സെല്ല് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കായിരുന്നു അവൾ. എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. രാത്രി സെല്ല് തനിയെ തുറക്കാൻ പറ്റില്ലല്ലോ. അതോ നോക്കിയ പൂട്ട് തനിയെ തുറക്കുന്ന വല്ല ജാലവിദ്യയും ആ കുട്ടിയുടെ കയ്യിലുണ്ടോ? ഒരാളെ പൂട്ട് തുറന്നു കൊടുത്ത് രക്ഷപ്പെടാൻ അനുവദിച്ച ശേഷം ഓടിച്ചിട്ട് പിടിച്ച് മർദ്ദിക്കുക. എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം പ്രതിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കാലോ. മിസ്റ്റർ ജയിലർ, ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പൊ ക്രിട്ടിക്കലാ. അതൊന്ന് സ്റ്റേബിൾ ആകട്ടെ ആദ്യം, എന്നിട്ടാവാൻ ബാക്കി. ഇവളൊരു മാരണമായല്ലോടോ. ഡോക്ടർ പറഞ്ഞത് ശരിയാ സാർ. നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ തന്നെയാ തുറന്നു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഇത് അവളുടെ തന്നെ പ്ലാൻ ആവില്ലേ? അതെ, ഇത് അവളുടെ പ്ലാൻ തന്നെയാ. എങ്കിലത് നമുക്ക് പൊളിക്കണം. റാണി, 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 ഞാൻ ആണ്ടവൻ. ഒരു മെസ്സേജ് ഉണ്ട്, അത് നിനക്കുള്ളതാ.
നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കമ്മീഷണറുടെ കൂടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളുടെ ബോസ് കമ്മീഷണർ പറഞ്ഞതെല്ലാം ഞാൻ അതേപടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ കൈവിട്ടുപോയി. അയാൾ എന്തിനാ മറിഞ്ഞിരിക്കുന്നത്? എന്റെ മുമ്പിൽ വന്നൂടെ? എനിക്കിപ്പോ അയാളുടെ നേരിട്ടുള്ള സഹായം ആവശ്യമാണ്. അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞ ജോലി ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ആ മെസ്സേജിലുണ്ടെന്നാ എന്റെ വിശ്വാസം. അതുപോലെ ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നിനും ഒരു കുറവും വരില്ല. ആ കമ്മീഷണർ എന്റെ തന്നെ ചോരയാ. അയാൾ എന്റെ അമ്മാവനാ. എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാവുന്നതാ. അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഫോണിൽ തന്നെ മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ നിലപാടുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടതാ എന്റെ ഏറ്റവും വലിയ അബദ്ധം. ദൂരെ നിന്ന് കാണുന്നത്ര സുന്ദരവും സുഖകരവും ആയിരിക്കില്ല പലതും. അടുത്തെത്തുമ്പോഴാ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്നെ എത്രയും വേഗം ഇവിടുന്ന് പുറത്തിറക്കണം. ഇനി ഞാൻ ജയിലിലോട്ട് പോവില്ല. ഇതുവരെ മറിഞ്ഞിരുന്ന് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയായിരുന്നു. പണത്തിന് ആർത്തി പിടിച്ച് അയാൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. ഇപ്പൊ എന്റെ കൺമുമ്പിൽ പോലും വരാറില്ല. എവിടെയാണെന്നും എനിക്കറിയില്ല. അയാളുടെ ഇതുപോലൊരു സന്ദേശം ജയിലിൽ വെച്ച് എനിക്ക് കിട്ടി. ജയിൽ വാർഡന്റെ കയ്യിൽ കൊടുത്തുവിട്ട ഗുളിക ഞാൻ കഴിച്ചു. അതിനുശേഷം എനിക്ക് വല്ലാത്ത പെയിൻ കൂടിയത്. ഞാനത് ഡോക്ടറോട് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്റെ ഡെലിവറി ഉടനെ കാണൂന്ന. മാസം തികയാതെ പ്രസവിക്കാനുള്ള വല്ല മരുന്നാണോ അയാൾ എനിക്ക് തന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത്രയും നാള് അദ്ദേഹം പറയുന്നതല്ലേ അനുസരിച്ചത്. ഇനിയും കുറച്ച് സമയം കൂടി അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക. ബാക്കിയല്ല എനിക്ക് വിട്ടേക്ക്. ഈ ആണ്ടവനൊരു ജോലി ഏറ്റെടുത്താൽ വളരെ ഭംഗിയായി ചെയ്തിരിക്കും. ജയിലിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്ന ഫോണിൽ ഒരു നമ്പറേ സേവ് ചെയ്തിട്ടുള്ളൂ. അത് ഈ ആണ്ടവന്റെയാ. എന്താവശ്യമുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കുക. ഇവിടെ നമ്മുടെ ആളുകൾ ധാരാളം ഉണ്ട്. അവര് നിന്നെ നന്നായി നോക്കിക്കൊള്ളും. പിന്നെ ഈ ഫോൺ ഭദ്രമായി സൂക്ഷിക്കണം. സിസ്റ്റർ പ്രതോഷ് നന്ദകുമാർ ഞാനാ. പെൺകുട്ടിയാണ്. കേറി കണ്ടോളൂ. സിസ്റ്റർ ആ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്താ കാര്യം? കഴിഞ്ഞാൽ ഉടനെ അറിയിക്കാം. ഓ എടാ മോനെ, അർജുൻ ആനന്ദ് സിസ്റ്റർ പ്രസവിച്ചു. പെൺകുട്ടിയാണ്. കുറച്ചു കഴിഞ്ഞ് അകത്ത് കയറി കാണും. ഈശ്വര ഭഗവാനെ, നീ കാത്തു. കുട്ടിയെ NICU മാറ്റിയിട്ടുണ്ട്. കാണാൻ അങ്ങോട്ട് വന്നാ മതി. അല്ല, ഡോക്ടർ, ഞാൻ അർജുൻ. പൂജയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. കൺഗ്രാറ്റുലേഷൻസ്. പെൺകുട്ടിയാണ്. ആ, താങ്ക് യു. അറിഞ്ഞു. പക്ഷേ എന്താ കുഞ്ഞിനെ ഇവിടേക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ആര് പറഞ്ഞു പ്രശ്നമുണ്ടെന്ന്? അല്ല, NICU പറഞ്ഞപ്പോ ഇപ്പൊ ജനിക്കുന്ന മിക്കവാറും കുട്ടികളെ കുറച്ചു നേരത്തേക്ക് NICU മാറ്റാറുണ്ട്. അന്തരീക്ഷവുമായി ഒന്ന് സിങ്കാകാൻ വേണ്ടിയാ. ഒരു 24 hours അത്രേ ഉള്ളൂ.
എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഓരോരുത്തരായിട്ട് കണ്ടോളൂ. ആ മോൻ ചെല്ലേ. ആ, പോരാ. മാസുരി, എന്താ അമ്മേ? ഇന്ന് മകമാണ് നക്ഷത്രം. മകൻ പിറന്ന മങ്ക. അവക്കിടാൻ നല്ലൊരു പേര് അരുണിമ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പൂജ പറഞ്ഞോ നിന്നോട്? ഇല്ലമ്മേ. വാസുകി കൃഷ്ണ. എന്റെ ഭഗവാനെ, അമ്മ പറഞ്ഞതുപോലെ എന്റെ ഭഗവാൻ കൃഷ്ണൻ കുഞ്ഞിനെ എന്നും തുണയ്ക്കട്ടെ. ഞാനേ പൂജ ഒന്ന് കണ്ടിട്ട് വരാം. ആ ആ എന്നാ അമ്മ ചെന്ന് കാണ്. ആ.